Welcome back to the session on complex integrals. ഈ സെഷനിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് യൂസിങ് റെസിഡ്യൂ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ f(x) dx എന്ന ഫോർമാറ്റിൽ വരുന്ന റിയൽ ഇൻ്റഗ്രൽസിനെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, അതായത് റെസിഡ്യൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ f(x) dx ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് പോൾസ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് റീപ്ലേസ് ചെയ്യുമ്പം കിട്ടുന്ന ഫംഗ്ഷനാണ്. ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. റെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ റെസിഡ്യൂസ് അറ്റ് പോൾസ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. എഫ് ഓഫ് സെറ്റിന് പല പോൾസുകളുണ്ടാവാം. അതിലെ അപ്പർ ഹാഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പോൾസിൽ മാത്രം റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഒന്നിലധികം ഉണ്ടെങ്കിൽ അവ സം ചെയ്യുന്നു, എന്നിട്ട് 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ dx divided by x² + 1 into x² + 4. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z² + 1 ഇൻറ്റു z² + 4 എന്നെഴുതുന്നു. ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് 1/x² + 1 ഇൻറ്റു x² + 4 ആണ്. ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സിനെ ഇസഡ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് എഫ് ഓഫ് ഇസഡ് എഴുതുന്നു. 1/z² + 1 ഇൻറ്റു z² + 4. Now identifying the poles. Poles are given by poles of f of set are given by denominator is equal to 0, that is z² + 1 into z² + 4 is equal to 0, which implies z² + 1 is equal to 0 or z² + 4 is equal to 0. This implies ഇതിൽ നിന്ന് z is equal to z² is equal to -1 എന്ന് വരുന്നു. ദാറ്റ് മീൻസ് z is equal to ± √-1, that is I. or ഇതിൽ നിന്ന് z² is equal to -4 എന്ന് വരുന്നു. ദാറ്റ് ഈസ് z is equal to ±√-4, ദാറ്റ് ഈസ് z is equal to ±2i എന്ന് വരും. -4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2i ആണ്, ±2i. അപ്പോൾ ഇങ്ങനെ 4 പോൾസാണ് കിട്ടുന്നത്. z is equal to i, -i, 2i ആൻഡ് -2i. ഇങ്ങനെ 4 പോൾസ് കിട്ടുന്നു. അവയിൽ അപ്പർ ഹാഫിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം എല്ലാറ്റിലും i വരുന്നു എന്ന് പറയുമ്പം y ആക്സിസിലാണ്. ±i എന്ന് പറയുമ്പോൾ +i is 1 ഇൻ ദി y ആക്സിസ്. -i എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. 2i എന്ന് പറയുമ്പം y ആക്സിസിലെ 2. -2i എന്ന് പറയുമ്പം താഴേക്ക് വരുന്നു. അപ്പം i ആൻഡ് 2i, ദീസ് 2 ആർ ലൈങ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പം ഈ രണ്ടെണ്ണത്തിലെ കറസ്പോണ്ടിങ് റെസിഡ്യൂസ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എമോങ് ദീസ് 4 പോൾസ് z is equal to i and 2i lie in the upper half plane. Z is equal to I and 2i lies in the upper half plane. Now we evaluate
the corresponding residues. These two are simple poles. Both are simple poles. Now, residue of f of z at z is equal to I. That is equal to limit z tends to I z minus I into f of z. 1 by ഇവിടെ നമ്മൾ എഫ് ഓഫ് സെറ്റിനെ ഫാക്ടറൈസ് ചെയ്യുന്നു ഡിനോമിനേറ്ററിൽ. അപ്പം z മൈനസ് ഐ ഇൻറ്റു z പ്ലസ് ഐ ഇൻറ്റു z minus 2i into z plus 2i, that is z square plus 4. ഇതിൽ z minus i divided by z minus i will become 1. ബാക്കി ടേംസിൽ നമ്മൾ z tends to i എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1 by i plus i, that is 2i, into i square plus 4, that is equal to 1 by 2i into i square is minus 1. Minus 1 plus 4 is 3. That is equal to 1 by 6i. Next, residue of f of z at z is equal to 2i. 2i la residue എന്ന് പറയുമ്പോൾ that is equal to limit z tends to 2i z minus 2i into f of z. f of z എന്ന് പറയുമ്പോൾ 1 by z minus i into z plus i, that is z square plus 1 into z square plus 4 എന്നാണ് ആ ടേമിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. z plus 2i into z minus 2i. അപ്പോൾ ഇതിൽ z minus 2i z minus 2i will become 1. ബാക്കി ടേംസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 1 by 2i square plus 1, sorry, 2i z plus 2i, okay, z square plus 1, that is 2i square plus 1, this into z plus 2i, that is 2i plus 2i, that is equal to 1 by 2i square means 2 square is 4, I square is minus 1, that is this is minus 4 plus 1 is minus 3 into 2i plus 2i is 2 times 2i, that is 4i, that is equal to minus minus 1 divided by minus 12i, minus 1 divided by 12i. Therefore, value of our integral from minus infinity to infinity, 1 by z square plus 1 into, sorry, 1 by x square plus 1 into x square plus 4 dx is equal to 2 pi I into sum of residues of f of z at poles in the upper half plane. That is equal to 2 pi I into 1 by 6i plus minus 1 by 12i. That is equal to 2 pi I into 1 by 6i can be taken outside, 1 plus minus 1 by 2i, minus 1 by 2. 2i divided by 6i, I by I will become 1, 2 by 6 is 1 by 3, this is equal to pi by 3 എന്നാകുന്നു. This is pi by 3 into 1 minus 1 by 2 is 1 by 2, that is pi by 6. Value of the given integral is pi by 6. അപ്പോൾ ഇങ്ങനെ റെസിഡ്യൂസ് യൂസ് ചെയ്തുകൊണ്ട് റിയൽ ഇൻ്റഗ്രൽസിനെ ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫോം
ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഡി എക്സ് എന്ന ടൈപ്പ് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. Evaluate integral from 0 to infinity dx divided by x raised to 4 plus 1. First നമ്മൾ f of z എഴുതുന്നു by replacing x by z, that is 1 by z raised to 4 plus 1. Now poles are given by z raised to 4 plus 1 is equal to 0, which implies z raised to 4 is equal to minus 1, which implies z is equal to minus 1 raised to 1 by 4. Fourth root of minus 1 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഈ രൂപത്തിൽ എഴുതുന്നു. മൈനസ് 1നെ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്ന് എഴുതാം. റേസ് ടു 1/4. കോസ് പൈ കോസ് 180 that is minus 1 plus I into sin 180. Sin 180 is 0, therefore this term will become 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് 1 എന്ന് തന്നെ വരുന്നു. മൈനസ് 1 എന്നതിന് കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ റേസ് ടു 1/4 എന്ന് എഴുതുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് 2n plus 1 into pi plus I sin 2n plus 1 into pi raised to 1/4 എന്ന് എഴുതും. കോസ് പൈ മൈനസ് 1 എന്ന് പറഞ്ഞ പോലെ കോസ് 3 പൈ മൈനസ് 1 ആണ്, കോസ് 5 പൈ മൈനസ് 1 ആണ്. അതുകൊണ്ടാണ് ജനറൽ കേസായിട്ട് 2n plus 1 പൈ എന്ന് എഴുതുന്നത്. ഓക്കെ, സൈൻ 2n plus 1 പൈ എന്ന് പറയുമ്പം സൈൻ 1 പൈ, സൈൻ n equal to 1 കൊടുക്കുമ്പോൾ 3 പൈ, സൈൻ 5 പൈ അങ്ങനെ വരുന്നു. അതെല്ലാം 0 ആയിട്ടും പോകുന്നു. അപ്പം മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ എഴുതുമ്പോൾ കോസ് 2n plus 1 പൈ പ്ലസ് ഐ സൈൻ 2n plus 1 പൈ എന്ന രൂപത്തിൽ എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു കോസ് 2n plus 1 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 2n plus 1 പൈ ബൈ 4. കാരണം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ് ടു എൻ എന്നതിന് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. കോംപ്ലക്സ് ഫങ്ഷൻസിൽ വരുന്ന ഒരു റിസൾട്ടാണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ് ടു എൻ ഈസ് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുമ്പം ഇ റൈസ് ടു ഐ തീറ്റ ഓൾ റൈസ് ടു എൻ എന്നാണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് എഴുതാം. അപ്പം ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡെഫിനേഷൻ വീണ്ടും യൂസ് ചെയ്താൽ ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ ഹിയർ എൻ തീറ്റ, അപ്പോൾ അത് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് തന്നെ വരുന്നു. അപ്പം ഈ ഒരു റിസൾട്ട് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 2n plus 1 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 2n plus 1 പൈ ബൈ 4 എന്ന് എഴുതുന്നു. വേർ n വാരീസ് ഫ്രം 0 to 3, n equal to 0, 1, 2, 3. നമുക്ക് 4 റൂട്ട്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് n-ന് 0, 1, 2, 3 ഈ 4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്നതായിരിക്കും z-ൻ്റെ 4 വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ n is equal to 0, അപ്പം ഈ എക്സ്പ്രഷനിൽ n-ന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വിൽ ഗെറ്റ് z. ഇതിന് വേണമെങ്കിൽ z1 എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 4 പ്ലസ് ഐ സൈൻ പൈ ബൈ 4
കോസ് പൈ ബൈ ഫോർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന ഫോർമാറ്റാണ്. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതുന്ന പോലെ ഇ റേസ് ടു ഐ പൈ ബൈ ഫോർ എന്ന് എഴുതാം. അതിൻ്റെ വാല്യൂസ് കോസ് പൈ ബൈ ഫോർ എന്ന് പറയുമ്പം 1/√2, സൈൻ പൈ ബൈ ഫോറും 1/√2 ആണ്. 1/√2 പ്ലസ് ഐ ഇൻറ്റു സൈൻ പൈ ബൈ ഫോർ ഈസ് അഗൈൻ 1/√2. ഓക്കെ, ഇതുപോലെ എന്നിനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ നമുക്ക് കിട്ടുന്നു കോസ് 3 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 3 പൈ ബൈ 4. ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ 3 പൈ ബൈ 4 എന്ന് കിട്ടും. കോസ് 3 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 3 പൈ ബൈ 4 എന്ന് പറയുമ്പോൾ മൈനസ് 1/√2 പ്ലസ് ഐ ഇൻറ്റു 1/√2. When n is equal to 2, we will get the third value of z, which is denoted as z3, that is cos 5 pi by 4 plus I sin 5 pi by 4, that is e raised to I 5 pi by 4 cos 5 pi by 4 plus I sin 5 pi by 4, that is minus 1/√2, here √2 minus I 1/√2. When n is equal to 3, we will get the fourth value, that is z4 is equal to cos 7 pi by 4 plus I sin 7 pi by 4, that is e raised to I 7 pi by 4. Cos 7 pi by 4 plus I 7 pi by 4, that is 1/√2 minus I 1/√2. അപ്പോൾ ഇങ്ങനെ സെഡിൻ്റെ 4 വാല്യൂസ് നമുക്ക് കിട്ടുന്നു. ഇവയിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോൾസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ 1/√2, 1/√2 രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ അത് അപ്പർ ഹാഫിലായിരിക്കും. ഇതിൽ എക്സ് കോർഡിനേറ്റ് -1/√2, വൈ കോർഡിനേറ്റ് +1/√2. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയതെല്ലാം അപ്പർ ഹാഫിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും അപ്പർ ഹാഫിലാണ്. ഇതിന് രണ്ടിനും വൈ കോർഡിനേറ്റ്സ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും ലോവർ ഹാഫിൽ വരുന്ന പോൾസാണ്. അതുകൊണ്ട് we evaluate residue at Z1 and Z2. ആ രണ്ട് പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സം ചെയ്തിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് ശേഷം അങ്ങനെ എഴുതി വെക്കുക. എമംഗ് ദീസ് 4 പോൾസ് e raised to I pi by 4 and e raised to I 3π by 4 are lying in the upper half plane. Okay, both are simple poles. Now we evaluate the residues. Residue of f of z at z is equal to e raised to I pi by 4. That's equal to limit z tends to e raised to I pi by 4, I pi by 4 of z minus I pi by 4 into f of z. F of z is 1 by z raised to 4 plus 1. That's equal to, അപ്പോൾ ഇതിൽ z equal to e raised to I pi by 4 എന്ന് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 0 വരുന്നു, ഡിനോമിനേറ്ററിൽ e raised to I pi by 4 whole raised to 4 എന്ന് പറയുമ്പോൾ e raised to I pi എന്ന് വരും. That is cos pi plus I sin pi. That will become 0. Cos pi എന്ന് പറയുമ്പോൾ cos 180, that is -1 plus sin pi, that is 0. അപ്പോൾ -1 + 1 എന്നാകുന്നു, that is 0/0.
0/0 ഫോം വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് z ടെൻസ് ടു e raised to I pi/4 into derivative of numerator, that is z minus I pi/4 with respect to z, that is 1, divided by z raised to 4 plus 1 ൻ്റെ ഡെറിവേറ്റീവ് 4z³ എന്ന് വരും. അപ്പോൾ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു 1/4 into e raised to I pi/4 raised to 3. That is equal to 1/4 into e raised to minus 3 I pi/4 എന്ന് എഴുതാം. e raised to minus I 3 pi/4. ഡിനോമിനേറ്ററിൽ e raised to 3i pi/4 എന്നാണ്. അതിനെ ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ e raised to minus I 3 pi/4 എന്ന് കിട്ടുന്നു. ഇതുപോലെ റെസിഡ്യൂ അറ്റ് z is equal to e raised to I 3 pi/4. z is equal to e raised to I 3 pi/4 is equal to limit z tends to I 3 pi/4 into z minus I 3 pi/4 into f of z, that is 1/z raised to 4 plus 1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/4 into e raised to minus I 9 pi/4 എന്ന് വരും. 1/4 into e raised to minus I 3 pi/4 ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ റെസിഡ്യൂ 1/4 into e raised to minus I 9 pi/4 എന്ന് കിട്ടുന്നു. Therefore, the value of our integral from 0 to infinity dx divided by x raised to 4 plus 1 is equal to, ഇവിടെ 1/x raised to 4 plus 1 എന്നാണ്. അതിനെ ഇതിൽ നമുക്ക് എക്സിന് -x എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷനിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൻ്റ് ഇവിടെ ഈവൻ ഫംഗ്ഷനാണ്. അപ്പം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ f of x dx എന്ന് എഴുതാം. കാരണം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ലിമിറ്റ്സ് -∞ to ∞ ആയിരിക്കണം. ആ ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 0 to ∞ എന്ന ആ റേഞ്ചിനെ -∞ to ∞ ആക്കാൻ വേണ്ടി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ ഈവൻ ഇൻ്റഗ്രൻ്റ് ഈവൻ ആകുമ്പോൾ വരുന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ഇൻ്റഗ്രലിനെ നമുക്ക് 2πi ഇൻറ്റു sum of residues of f of z at poles in the upper half plane എന്ന് എഴുതാം. That's equal to 1/2 into 2πi into sum of residues എന്ന് പറയുമ്പോൾ 1/4 e raised to minus I 3 pi/4 plus 1/4 e raised to minus I 9 pi/4 ഇങ്ങനെ എഴുതാം. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് π√2/4 എന്നായിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു π√2/4. (1/4) ഔട്ട്സൈഡ് എഴുതാം. e raised to minus I 3 pi/4 എന്ന് പറയുമ്പം cos 3 pi/4 മൈനസ് I sin 3 pi/4 എന്ന് എഴുതുന്നു. ഇതിൽ e raised to minus I 9 pi/4നെ
cos 9 pi by 4 minus I sin 9 pi by 4 എന്ന് എഴുതുന്നു. അപ്പം അവയുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ റൂട്ട് 2 by 4 എന്നായിട്ട് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പം ഇതാണ് വാല്യൂ ഓഫ് ദി given integral, that is integral from 0 to infinity dx divided by x raised to 4 plus 1, that is equal to pi root 2 divided by 4. ഓക്കെ, അപ്പം ഇങ്ങനെ ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന ഫോർമാറ്റിൽ വരുന്ന റിയൽ ഇൻ്റഗ്രൽസിനെ കോംപ്ലക്സ് ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം ഇൻ്റഗ്രൽസിൽ ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ ടൈപ്പിൽ പോൾസ് കണ്ടുപിടിക്കുമ്പം റിയൽ പോൾസ് വരികയാണെങ്കിൽ ഇഫ് z is equal to a is a real pole. റിയൽ പോൾ എന്ന് പറയുമ്പം റിയൽ ലൈനിലായിരിക്കും പോൾ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈ ഐ ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് at poles in the real axis. അപ്പം റിയൽ ആക്സിസിലെ കറസ്പോണ്ടിങ് പോൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവയിൽ റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് സം ചെയ്തതിന് ശേഷം പൈ ഐ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ അപ്പർ ഹാഫിലാണെങ്കിൽ 2 പൈ ഐ കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്. റിയൽ പോൾസ് ഉണ്ടെങ്കിൽ പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് റെസിഡ്യൂസ് എഴുതേണ്ടത്. അപ്പം ചില പ്രോബ്ലത്തിൽ അപ്പർ ഹാഫിലും റിയൽ ലൈനിലും പോൾ വരാം. അങ്ങനെയാണെങ്കിൽ അപ്പർ ഹാഫിലെ പോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പോൾസ് റെസിഡ്യൂസ് ആർ പ്ലസ് എന്ന് എഴുതും. സമ്മേഷൻ ആർ പ്ലസ് denotes the residues at poles in the upper half and pi I into sum of residues. സിഗ്മ ആർ എന്ന് എഴുതിയത് റിയൽ പോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റെസിഡ്യൂസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇതിൽ എഫ് ഓഫ് സെറ്റ് നമ്മൾ എഴുതുമ്പോൾ 1 by z square minus 3z plus 2 into z square plus 1 എന്ന് എഴുതുന്നു. പോൾസ് ആർ ഗിവൺ ബൈ z square minus 3z plus 2 into z square plus 1 is equal to 0. അപ്പോൾ ഇതിൽ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോൾസ് ആയിട്ട് കിട്ടുന്നത് z equal to 1, z is equal to 2 and z is equal to minus I പ്ലസ് z is equal to പ്ലസ് ഐ. ഇങ്ങനെ 4 പോൾസ് കിട്ടുന്നു. ഓൾ ആർ സിമ്പിൾ പോൾസ്. അപ്പോൾ ഇവയിൽ 1, 2, I ഈ 3 അപ്പർ ഹാഫിലാണ്. 1 and 2 ഈ 2 റിയൽ പോൾസ് ആണ്. I is lying in the upper half. അപ്പോൾ നമ്മൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z is equal to 1 ഫോർമുല വെച്ച് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പം 1ൽ റെസിഡ്യൂ കിട്ടുന്നത് -1/2. അതുപോലെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z is equal to 2. 2ലെ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടുന്നു. പിന്നെ ഐയിലെ റെസിഡ്യൂ വാല്യൂറ്റ് ചെയ്യുന്നു. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z is equal to I which is 3 minus I divided by 20. ഇനി നമുക്ക് വാല്യൂ ഓഫ് ദി ഗിവൺ ഇൻ്റഗ്രൽ this is equal to 2 pi I into sum of residues at poles in the upper half plane, that is 3 minus I divided by 20.
3 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 2πi 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് പൈ ഐ ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓൺ ദി റിയൽ ലൈൻ റിയൽ ആക്സിസ് ദാറ്റ് ഈസ് മൈനസ് 1/2 പ്ലസ് 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് π/10 എന്നായിരിക്കും π/10 ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ